ഹലോ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നാളെ ഇനി അഷ്ടമി രോഹിണിയാണ്, ജന്മാഷ്ടമി. അപ്പോൾ അതിന് മുമ്പ് ഒരു ഫെസ്റ്റിവൽ ക്ലീനിങ് നടത്തുകയാണ്. ഇനിയിപ്പോൾ തുടരെ ഫെസ്റ്റിവൽസ് വരുവാണ്. അതായത് വിനായക ചതുർത്ഥി വരും, ഓണം വരും, ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ കുറച്ച് ബിസി ആയിരിക്കും. ഇത് കണ്ട് എല്ലാവർക്കും ഒരു ക്ലീനിങ് മോട്ടിവേഷൻ ആയിക്കോട്ടെ. എല്ലാവരും എൻ്റെ വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ ഇപ്പോൾ അഷ്ടമി രോഹിണി മാത്രമല്ല, എൻ്റെ ഡാഡിയുടെ പിറന്നാൾ കൂടിയാണ്. അപ്പോൾ എനിക്ക് അതിൻ്റേതായ സദ്യ ഒന്നുമല്ല, ചെറിയ രീതിയിൽ 2-3 കറികളൊക്കെ വയ്ക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് മുമ്പ് ഇതെല്ലാം ചെയ്ത് തീർക്കുകയാണ്. ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ഏകദേശം 3 മണിയായി. ഇനി വൈകിട്ട്, അതായത് രാത്രിയായിട്ട് വേണം പിന്നെ ഇനി കൃഷ്ണനെയൊക്കെ ഒരുക്കാൻ, പൂജാമുറിയൊക്കെ ഒന്നും കൂടെ തൂത്ത് വൃത്തിയാക്കി ഭംഗിയാക്കാൻ. പിന്നെ എനിക്ക് അലങ്കരിക്കുന്നത് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് കൃഷ്ണനെയൊക്കെ ഒന്ന് സുന്ദര കുട്ടപ്പനാക്കി നിർത്തും. അതൊക്കെ ഇനി വൈകിട്ടേ പറ്റുള്ളൂ. അതുപോലെ ഒരു ചെറിയ രീതിയിൽ ചെറിയൊരു സദ്യ എന്ന് പറയാനൊന്നും പറ്റില്ല, എന്നാലും ഒരു ചെറിയ രീതിയിൽ അതിനുള്ള ഒരുക്കങ്ങളും ചെയ്യും. ഇന്നത്തെ ദിവസം ഭയങ്കര ബിസി ആയിരിക്കും. അപ്പം ഞാൻ ഈ തുടയ്ക്കണതിന് മുമ്പ് അവിടെ അകത്തിരിക്കുന്ന ചെടികൾക്കൊക്കെ ഒന്ന് വെള്ളം ഒഴിക്കും. കാരണം ചിലപ്പോൾ ഒഴിക്കുമ്പോൾ അതിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ താഴോട്ട് പോകാം. തുടയ്ക്കുന്നതിന് മുമ്പാണെങ്കിൽ നമുക്ക് ഇത് ആ തുടയ്ക്കണ കൂട്ടത്തിൽ തുടച്ചെടുക്കാൻ പറ്റുമല്ലോ, അല്ലെങ്കിൽ വീണ്ടും തുടയ്ക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ ഞാൻ ബെഡ്റൂമിലെ ഫർണിച്ചറും ക്ലീനാക്കി, അതുപോലെ താഴെ തറയും അടിച്ചു വാരി. ഞാൻ ഓരോ മുറിയായിട്ട് ഞാൻ ചെയ്തു പോവും. തുടയ്ക്കൽ ഏറ്റവും അവസാനമാണ്. പക്ഷെ എല്ലാവരും അഷ്ടമി രോഹിണിയുടെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയോ? എന്തോരം പണിയുണ്ടാവും, വേഗം ആട്ടെ. ഇപ്പം ഞാൻ കിച്ചണിൻ്റെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് നല്ല വൃത്തിയായിട്ടൊന്ന് തുടച്ചെടുത്തു. അതിനുശേഷം ഞാൻ അടിച്ചു വരുള്ളൂ. കാരണം ഇതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നിലത്ത് വീണിട്ടുണ്ടെങ്കിൽ അതൊക്കെ അടിച്ചെടുക്കണമല്ലോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ കൗണ്ടർ ടോപ്പ് നന്നായിട്ട് വൃത്തിയാക്കും, അതിനുശേഷം അടിച്ചു വരും. അപ്പോഴേ ഇതൊരു ക്ലീനിങ് മോട്ടിവേഷനായിട്ട് കരുതിയിട്ട് മടിച്ചിരിക്കുകയാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്തോട്ടോ. ഇന്ന് തുടച്ചത് ഇവനാണ്, ഈ റോബോ വാക്യൂം. എനിക്കെല്ലാം കൂടെ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇവനെ ആശ്രയിച്ചു. താഴത്തെ എല്ലായിടവും കഴിഞ്ഞപ്പോൾ ഞാൻ മുകളിലേക്ക് പോന്നു. അവിടെ ബെഡ്റൂമൊക്കെ ഒന്ന് നന്നായിട്ട് അടിച്ചു വാരിയിട്ടു. അതിനുശേഷം ആ വാക്യൂം തുടച്ചോളും. ഇപ്പോൾ ഞാൻ കിച്ചണിൽ ക്ലീൻ ചെയ്ത ആ ടവലൊക്കെ ഒന്ന് നന്നായിട്ട് കഴുകിയിടുകയാണ്. അതിൻ്റെ വീഡിയോ ഞാൻ വേറെ ഷോർട്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് കിച്ചൺ ക്ലീൻ ചെയ്യുന്ന ടവൽ കഴുകുന്നതെന്നുള്ളതിൻ്റെ വീഡിയോ, ഞാനെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ബാഡ് സ്മെല്ലൊന്നും വരില്ല. എന്നിട്ട് ഞാൻ അഴയിൽ അങ്ങോട്ട് വിരിച്ചിട്ടു. ഇതവിടെ കിടന്ന് ഉണങ്ങിക്കോളും. പിന്നെ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഒക്കെ ഞാൻ കഴുകി വെച്ചു. പിന്നെ പാത്രം കഴുകുന്ന പ്രത്യേകിച്ച് കാണിക്കാനൊന്നും ഇല്ലല്ലോ. പിന്നെ തുണി അലക്കാനുള്ളൊക്കെ അലക്കാനിട്ടു. അത് വാഷിംഗ് മെഷീനിലാണ് ഇട്ടത്. അപ്പോൾ അതിലിത്തിരി ലിക്വിഡ് സോപ്പ് ഒഴിച്ച് അതിട്ട് കഴിഞ്ഞ് അതും അവിടെ കിടന്ന് വർക്ക് ചെയ്തോളും. പിന്നെ ഞാൻ കുറച്ച് തുണി ഉണ്ടായിരുന്നു, അത് ഞാൻ കുറച്ചുണ്ടായിരുന്നു, മടക്കിയും വെച്ചു. അപ്പോൾ എല്ലാം എൻ്റെ കഴിഞ്ഞു. ഇനി വൈകിട്ടുള്ള പരിപാടി മാത്രമേ ഉള്ളൂ. കണ്ടോ, വീടൊക്കെ നന്നായിട്ട് ക്ലീനായി, റൂംസൊക്കെ നല്ല വൃത്തിയായിട്ടുണ്ട്. ഇതിപ്പോൾ ഗസ്റ്റ് റൂമാണ്, നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ കിച്ചണും പിന്നെ ബെഡ്റൂമും ഡൈനിങ് റൂമും ഒക്കെ ഞാൻ വൃത്തിയാക്കി വെച്ചു.
അത് ഇപ്പോൾ കാണാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും താങ്ക് യു ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.